ഭക്ഷണം കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോകാൻ തോന്നുക, ഫുള്ളായിട്ട് പോവാത്തതുപോലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും പോകാനുള്ളൊരു ടെൻഡൻസി വരിക, അതേപോലെ തന്നെ ഒരാഴ്ച വയറിളക്കാണെങ്കിൽ ഒരാഴ്ച മലബന്ധം അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടോ? പല ആളുകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊരു സാധാരണ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് കരുതി പലപ്പോഴും ഇതിനെ അവഗണിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള സിംറ്റംസ് ലക്ഷണങ്ങൾ കാണിക്കുന്നത് പലപ്പോഴും IBS എന്ന് പറയുന്ന, അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന കുടലിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് വരുന്നതാണ്. കുടലിൽ എന്തെങ്കിലും നീർക്കെട്ടോ അതല്ലെങ്കിൽ വീക്കം വരിക, പുണ്ണ് വരിക, അൾസർ വരിക, ഇങ്ങനെ കുടലിൽ എന്ത് ഇഷ്യൂസ് വന്നാലും നമ്മൾ അതിനെ IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ IBS ഉള്ള ആളുകൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത്, നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്. കഴിഞ്ഞ ദിവസം OPയിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് വേറൊരു അസുഖത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവർ ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ച ഉടനെ എനിക്ക് ബാത്റൂമിൽ പോകാറുണ്ട്, അത് 3 നേരം പോകും, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പിന്നെ രാവിലെ ചിലപ്പോൾ 2 or 3 പ്രാവശ്യമായിട്ട് പോകാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾ ചികിത്സയൊന്നും എടുത്തിട്ടില്ലേ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, ഭക്ഷണം കഴിച്ച ഉടനെ പോകും, പക്ഷേ പലപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്, യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്, കഴിച്ച ഉടനെ പോകാനുള്ളൊരു ടെൻഡൻസി വരുന്നത് കൊണ്ട് തന്നെ യാത്രയൊക്കെ ഞാൻ ഒഴിവാക്കാണ് ചെയ്യാറുള്ളത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് പലപ്പോഴും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് നമ്മളെ കുടലിലുള്ള പ്രശ്നം കൊണ്ടാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മളിതിന് ചികിത്സ എടുക്കണം. ഇതൊരു നോർമൽ കണ്ടീഷനല്ല. പല ആളുകളും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുന്നത് സാധാരണ രീതിയിൽ നടക്കുന്നതാണ്, അല്ലെങ്കിൽ ദഹനത്തിൻ്റെ ചെറിയ എന്തോ ഇഷ്യൂ ആണെന്നാണ് പലരും വിചാരിക്കാറുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിന് ചികിത്സ എടുക്കണം. നമ്മൾ കുടലിലുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നതാണ് ഈ ഒരു ബുദ്ധിമുട്ട്. കുടലിൻ്റെ ചലനത്തിലും അതുപോലെ തന്നെ കുടലിൽ വീക്കം വരിക, നീർക്കെട്ട് വരിക, കൊളൈറ്റിസ് എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നതിന് നമ്മൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ട്. ക്രോൺസ് ഡിസീസ് ഉണ്ട്, അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉണ്ട്. ഇങ്ങനെ 2 തരമായിട്ടാണ് പറയാറുള്ളത്. പലപ്പോൾ ഈ IBS വരുന്നത് ഇന്ന് കൂടുതൽ ആളുകളിലും വരുന്നത് ചെറുപ്പക്കാരിലാണ്. ചെറുപ്പക്കാരിൽ IBS വരാനുള്ളൊരു പ്രധാന കാരണം അവരുടെ സ്ട്രെസ് തന്നെയാണ്. ഇന്ന് ഒരുപാട് ടെൻഷൻ കാരണം, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷനാവാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ടെൻഷനോ, അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ, സ്ട്രെസ്സ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മളെ കുടലിനെ അത് ബാധിക്കും. ഈ കുടലിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇതിന് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആളുകളിലും, നമുക്ക് ഉറക്കക്കുറവൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന ആളുകളിലും ഒരുപാട് വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ ഈ IBSൻ്റെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസ് ഉള്ള ആളുകളിൽ വരാം. അതുപോലെ തന്നെ ഹോട്ടൽ ഫുഡുകൾ, സ്ഥിരമായിട്ട് ഹോട്ടൽ ഫുഡാണ് പുറത്തുനിന്ന്, ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും വീട്ടിൽ നിന്ന് കൊണ്ടുപോകാതെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പെട്ടെന്ന് IBS വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതലും ചെറുപ്പക്കാരിൽ ഈ IBS വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഈ ശീലങ്ങളാണ്. ഈ സ്ട്രെസ് ആണെങ്കിലും അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും പുറത്തുനിന്നുള്ള ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ അത് നമ്മുടെ കുടലിൽ ഇറിറ്റേഷൻ വന്നിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ IBS എന്ന് പറയുന്നത് ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഒരു അപകടകരമായിട്ടുള്ള ഒരു അസുഖമൊന്നും അല്ല. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ പല ആളുകളെയും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, OPയിൽ വന്ന പേഷ്യൻ്റ് പറഞ്ഞൊരു കാര്യം, അവർക്ക് പുറത്തിറങ്ങാൻ പോലും പേടിയായിരിക്കും. പുറത്തൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാത്റൂമിൽ പോകാനൊരു ടെൻഡൻസി വരുന്നത് അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാറുണ്ട്. കഴിച്ച ഉടനെ പോകുക എന്നുള്ളത് പലരും ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതിന് കൂടെ തന്നെ അവർക്ക് വയറ് വേദന അനുഭവപ്പെടാറുണ്ട്. ചില ആളുകളിൽ കഴിച്ച ഉടനെ വയറിൽ ഭയങ്കരമായിട്ടുള്ള വേദന വന്നിട്ടായിരിക്കും ടോയ്ലറ്റിൽ പോകുന്നത്. അതല്ലെങ്കിൽ എപ്പോഴും വയറിലൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ ഒരുപാട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇതിൻ്റെ കൂടെ വരാം. കീഴ്വഴിയായിട്ട് ഗ്യാസ് പോവാം, അതല്ലെങ്കിൽ ഏമ്പക്കമായിട്ട് ഇങ്ങനെ ഗ്യാസ് പോവാറുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ആളുകളിൽ കാണുന്ന മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാഴ്ച അവർക്ക് കറക്റ്റായിട്ട് ലൂസായിട്ടായിരിക്കും മലം പോകുന്നത്. എന്നാൽ നെക്സ്റ്റ് വീക്കിലാവുമ്പോൾ അത് നല്ല മലബന്ധമായിട്ട്, ഇങ്ങനെ വയറിളക്കും മലബന്ധം മാറിയിട്ട് വരാറുണ്ട്. അതും ഈ IBSൻ്റെ ലക്ഷണത്തിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ പല ആളുകളും ഇങ്ങനെയുള്ള ഒരു സിംറ്റംസ് ആയിട്ടും OPയിൽ വരാറുണ്ട്.
കാരണം അവർ പറയും ഡോക്ടർ ഈ ഒരാഴ്ച മലബന്ധമാണ്, മലബന്ധം മാറാനുള്ളൊരു മരുന്നുണ്ടോ എന്ന് ചോദിക്കും. വയറിളക്കം അവർക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നാറുണ്ടാവില്ല. കാരണം വയറ് ലൂസായിട്ട് പോകുക എന്നുള്ളത് എല്ലാവർക്കും വയറ് ലൂസായി പോയി കഴിഞ്ഞാൽ ഹാപ്പി ആയിരിക്കും. എന്നാൽ മലബന്ധം വരുമ്പോഴാണ് അവരതിന് ചികിത്സ എടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ കൂടുതൽ ഹിസ്റ്ററിയൊക്കെ ചോദിക്കുമ്പോഴാണ് വയറിളക്കം അങ്ങനെ മലബന്ധം മാറി മാറി വരുന്നുണ്ട് എന്നുള്ളത് കാര്യം അറിയാം. അങ്ങനെയാണ് നമ്മൾ ഇതിനൊരു ചികിത്സ കൊടുക്കുമ്പോഴാണ് പലപ്പോഴും അവരുടെ ബുദ്ധിമുട്ട് മാറുന്നത്. പല ആളുകളും മലബന്ധമൊക്കെ വരുമ്പോൾ പല നാരുകൾ കഴിക്കും, അതല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് മെഡിസിൻ വാങ്ങിച്ചിട്ട് കഴിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മലബന്ധം മാറുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ഒരു മലബന്ധം വരുന്നത് ഈ IBS കൊണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള ചികിത്സ, ഈ കുടലിലുള്ള നീർക്കെട്ട് വീക്കം കുറയാനുള്ള ചികിത്സയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഇത് പേടിക്കേണ്ടതൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാൻസറോ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ളൊരു അസുഖമൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. നമ്മൾ ചെയ്യുന്നത് ഓരോ പേഷ്യൻസിൻ്റെയും അവരുടെ എല്ലാ ലക്ഷണങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ്, മാനസികവുമായിട്ടുള്ളതും അതുപോലെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഓരോ രോഗിയുടെയും കാര്യങ്ങൾ പഠിച്ച് അതിൽ രോഗനിർണയം നടത്തുന്നത്. അതിനുശേഷം നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട്. പല ആളുകൾക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പുറത്ത് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ പേഷ്യൻസ് OPയിൽ വന്നിട്ട് പറയുമ്പോൾ പിന്നെ അവരൊരു 3 മാസമൊക്കെ മെഡിസിൻ എടുത്തിട്ട് വന്നിട്ട് പറയും ഡോക്ടർ ഇപ്പോൾ നല്ല ആശ്വാസമാണ്, കാരണം ഒരുപാട് മാറ്റം വന്നു, ഇപ്പോൾ പുറത്തൊക്കെ പോകാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ചികിത്സ മാത്രം എടുത്താൽ പോരാ. കുടൽ നമുക്കറിയാം, കുടലിൽ ഭക്ഷണത്തിൽ കൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇനി പറയുന്നത്. ഇപ്പോൾ IBS ഉള്ളവർ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട ചില ഫുഡുകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കൂടുതൽ സ്ഥിരമായിട്ട് കാപ്പി കുടിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കുടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഫാസ്റ്റ് ഫുഡുകൾ, പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡുകൾ, ബേക്കറി ഐറ്റംസുകൾ, മൈദയുടെ ഐറ്റംസൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് കോളിഫ്ലവർ, ക്യാബേജ് പോലെയുള്ള പച്ചക്കറികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. IBS ഉള്ള ആളുകൾ, നമ്മൾ കുടലിനോ അതല്ലെങ്കിൽ വയറിന് എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പറയുന്ന നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനാണ് പറയാറുള്ളത് അല്ലേ. എന്നാൽ IBS ഉള്ള ആളുകൾ അധികം ഫൈബർ കഴിക്കുന്നതും നല്ലതല്ല. കാരണം ഫൈബർ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പോകാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ IBS ഉള്ള ആളുകളോട് നമ്മൾ അധികം കൂടുതൽ, അതായത് കുടലിന് പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പച്ചക്കറികളും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചാൽ മതി. ചില ആളുകൾ ഇപ്പോൾ ഇലക്കറികളും സാലഡ്സും ഒക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ IBS ഉള്ള ആളുകൾ ഇലക്കറികളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ കൂടുതലായിട്ട് ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ മുരിങ്ങയില, ചീരയിലൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അസുഖം കൂടാറുണ്ട്. അതായത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാനുള്ള ടെൻഡൻസി വരും, കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കൂടും, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ IBS ഉള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എരിവ് പുളി കുറക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പുണ്ണ് അൾസറൊക്കെ ഉണ്ടാകുമ്പോൾ പറയുന്നത്, വയറിൽ പുണ്ണ് അൾസറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എരിച്ചിൽ അനുഭവപ്പെടാം, അതുപോലെ തന്നെ വയറ് നീറ്റിലൊക്കെ വരാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകളോട് പറയാറുണ്ട് മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഒഴിവാക്കാൻ. അതുപോലെ തന്നെ കുടലിൽ വരുന്ന ഒരു പ്രശ്നമാണ്, കുടലിൽ നീർക്കെട്ടാവാം, അല്ലെങ്കിൽ പുണ്ണാവാം, അൾസറാവാം. അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സ്പൈസസുകൾ, അതായത് കുരുമുളക് പൊടി, മുളക് പൊടിയൊക്കെ ഉപയോഗിക്കുന്നത് പരമാവധി കൺട്രോൾ ആക്കുക. അതുപോലെ തന്നെ പുളിയുള്ള ഫ്രൂട്ട്സുകൾ, ഈ ഓറഞ്ച്, മുന്തിരി പോലെയുള്ള പുളിയുള്ള ഫ്രൂട്ട്സുകൾ, അതുപോലെ പുളിയിട്ട കറികൾ, നാരങ്ങ, അതുപോലെ അച്ചാറുകൾ, ഇങ്ങനെയുള്ള ഓവറായിട്ടുള്ള പുളിയും അതുപോലെ തന്നെ എരിവൊക്കെ ഉള്ള ഫുഡുകൾ പരമാവധി കൺട്രോൾ ആക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IBS ഉള്ള ആളുകൾക്ക് നല്ല ആശ്വാസം കിട്ടാറുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞു വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കേണ്ട ചില ഫുഡുകളുണ്ട്. IBS ഉള്ളവർക്ക് തൈര്, മോര് നല്ലതാണ്, പ്രോബയോട്ടിക് ആണ്. പക്ഷേ ചില ആളുകൾക്ക് ഇത് പുളി കൂടുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്നാൽ ചില ആളുകൾക്ക് പാലിൻ്റെ പ്രോഡക്ട്സുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും IBS ഉള്ള ആളുകളാണെങ്കിൽ. അപ്പോൾ തൈര് കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം പാല് ചില ആൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് വരാം. അപ്പോൾ IBS ഉള്ള ചില ആളുകൾക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. പാല് കുടിച്ച ഉടനെ ബാത്റൂമിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്.
പിന്നെ പല ആളുകൾക്കും പല സിംറ്റംസ് ആയിട്ടാണ് വരിക. ചില ആൾക്ക് വയറിളക്കമായിട്ടായിരിക്കും വരുന്നത്, ചിലർക്ക് മലർബന്ധമായിട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡുകളാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ IBS എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് IBS ഉള്ള ആളുകൾക്ക് നിങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് ചാർട്ടും അതുപോലെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് തരാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ഈ ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് ഭക്ഷണ ശീലങ്ങളിലും കൂടെ മാറ്റം വരുത്തേണ്ടതുണ്ട്. കാരണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്ത ആളുകളിൽ IBS വരുന്നുണ്ട്. അതായത് കറക്റ്റായിട്ട് ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കുക. ഇപ്പോൾ രാവിലെ കഴിക്കാതെ പോകുന്നവരുണ്ടാവും, ഉച്ചയ്ക്ക് ഭക്ഷണം ഒഴിവാക്കുന്നവരുണ്ടാവും. ഇങ്ങനെ ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും IBSൻ്റെ സിംറ്റംസ് കാണിക്കാറുണ്ട്. അപ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് IBS ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഹോട്ടൽ ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. എരിവും പുളിയും മസാല അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്ട്രെസ്സിൻ്റെ അളവ് നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്ട്രെസ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുടലിനെ നന്നായിട്ട് ബാധിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ കുടലെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണ്. അപ്പോൾ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ അത് ബ്രെയിനും അതുപോലെ കുടലും തമ്മിൽ ഒരുപാട് നാഡികളായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ കുടലിൽ എന്ത് പ്രശ്നം വന്നാലും അത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കാം. അതേപോലെ ബ്രെയിനിൽ എന്ത് പ്രശ്നം വന്നാലും അത് കുടലിലേക്കും പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില ആളുകൾ വന്ന് പറയും, ഡോക്ടറെ മനസ്സിനൊരു സുഖമല്ല, ഈ വയറിനും സുഖമല്ല, വയറിങ്ങനെ വയറിളക്കം വരികയാണ്, മലബന്ധം വരികയാണ്, മലം കറക്റ്റ് പോയാൽ തന്നെ മനസ്സിനൊരു സുഖമാണ് എന്നൊക്കെ പറയാറുണ്ട്. പല ആളുകളും അതുപോലെ തന്നെ പറയാറുണ്ട്, ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ടിരിക്കും, നമുക്ക് ദഹന പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ സ്ട്രെസ് ആകുമ്പോൾ ഭയങ്കര ദഹന പ്രശ്നങ്ങളാണ്, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ തലച്ചോറും അതുപോലെ കുടലും തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഈ ഒരു സിംറ്റംസ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറോട്ടോണിൻ നമുക്കറിയാം ഹാപ്പി ഹോർമോണാണ്. ഇത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കുടലിലാണ്. അപ്പോൾ നമുക്ക് കുടലിൽ എന്തിന് ഇഷ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സെറോട്ടോണിൻ ഹോർമോൺ കുറയും, അത് സ്ട്രെസ്സ് കൂടുതലാക്കും, അത് കുടലിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോണുകൾ കൂടുതലാവുകയാണ് ചെയ്യുക കുടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതും സ്ട്രെസ്സ് കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കണക്റ്റഡ് ആയിട്ടാണ് കുടലും നമ്മുടെ തലച്ചോറും. അപ്പോൾ സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് മാനേജ് ചെയ്യേണ്ട ഒന്നാണ്. അത് നമുക്ക് യോഗ ചെയ്തിട്ടാവാം, മെഡിറ്റേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് സ്ട്രെസ്സ് പരമാവധി നമ്മൾ കൺട്രോൾ ആക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഉറക്കക്കുറവുള്ള ആളുകളും ഉറക്കം കൂടാനുള്ള യോഗകളും മെഡിറ്റേഷൻസും ഒക്കെ ചെയ്യണം. അതുപോലെ വ്യായാമം നല്ലതാണ്. മലബന്ധമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെ IBS ഉണ്ടെങ്കിൽ അവർക്ക് മലബന്ധമായിരിക്കും കൂടുതൽ കണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് മലബന്ധമുള്ള ആളുകളാണെങ്കിൽ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുകവലി, മദ്യപാനശീലമുള്ള ആളുകളാണെങ്കിൽ അതും കൂടെ ഒഴിവാക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോഫിയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിലാണെങ്കിൽ അതും ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള ശീലങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് IBS ഉള്ള ആളുകൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ IBS എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി തരുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്.